ഹെൽത്തി ആയിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ ഒരു നല്ലൊരു പീനട്ട് ബട്ടറിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഡിസാനോ പീനട്ട് ബട്ടർ. ഇത് നമുക്ക് പല രൂപത്തിൽ അവൈലബിൾ ആണ്. ക്രീമി ആൻഡ് ക്രഞ്ചി, പിന്നെ സ്വീറ്റൻഡ് അൺസ്വീറ്റൻഡ് ആയിട്ടുള്ള ഫ്ലേവേഴ്സിലൊക്കെ അവൈലബിൾ ആണ്. ചോക്ലേറ്റ് ഫ്ലേവേഴ്സിൽ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ റിവ്യൂ ചെയ്യുന്നത് അൺസ്വീറ്റൻഡ് ആയിട്ടുള്ള പീനട്ട് ബട്ടറിൻ്റെ ആണ്. അപ്പോൾ ഇതിൽ ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള, സാൾട്ടും ആഡ് ചെയ്തിട്ടുള്ള, അപ്പോൾ ഇതിൽ ഹൈഡ്രജനേറ്റർ ഓയിലും അങ്ങനെ സ്റ്റെബിലൈസർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പം പ്യൂർ ആയിട്ടുള്ള ഒരു പീനട്ട് ബട്ടർ ആണ് ഡിസാനോന്റെ. ഇതിൽ 1 kg ജാറിൽ 283 ഗ്രാം പ്രോട്ടീൻ വരുന്നുണ്ട്. അപ്പോൾ 1 കിലോയിൽ ഇപ്പോൾ 283 ഗ്രാം പ്രോട്ടീൻ വരുന്നുണ്ട്. അപ്പോൾ 100 ഗ്രാമിൽ 28.3 ഗ്രാം പ്രോട്ടീൻ വരുന്നുണ്ട്. നമുക്കൊരു നേരത്തെ സെർവിങ് സൈസ് 30 ഗ്രാം 32 ഗ്രാം ആയിരിക്കും സെർവിങ് സൈസ് വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഒരു 200 കാലോറീസ് വരും. ഒരു 9 ഗ്രാം പ്രോട്ടീൻ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു സെർവിങ് സൈസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇത് നല്ലൊരു നല്ല ഫാറ്റിന്റെ ഒരു ഗുഡ് സോഴ്സ് ആണ് ഈ പീനട്ട് ബട്ടർ കേട്ടോ. നമ്മളിത് ചപ്പാത്തിയുടെ കൂടെ ബ്രെഡിന്റെ കൂടെയൊക്കെ സ്പ്രെഡ് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഷെയ്ക്ക്, സ്മൂത്തീസ് ഒക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് ഈ പീനട്ട് ബട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് പീനട്ട് ബട്ടർ എങ്ങനെ കഴിക്കണം എന്ന് വെച്ചാൽ, ഓരോ മീലിൻ്റെ കൂടെ പീനട്ട് ബട്ടർ ആഡ് ചെയ്യുക. ഓരോ സെർവിങ്, അതായത് 30 ഗ്രാം പീനട്ട് ബട്ടർ മോർണിംഗ് സ്നാക്കിൻ്റെ കൂടെ, മോർണിംഗ് മീലിൻ്റെ കൂടെ, അതായത് ഓട്സിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് മിഡ് മോർണിംഗ് ആയിട്ട് നമുക്ക് ഫ്രൂട്ട്സിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിക്കാം. 32 ഗ്രാം തന്നെ കഴിച്ചാൽ മതി. പിന്നെ ഉച്ചക്കൊക്കെ കഴിക്കുന്നതാണെങ്കിൽ സാലഡ്സിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ പറ്റും. ഈവനിങ് ആണെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ, അങ്ങനെയൊക്കെ കഴിച്ച് നമുക്ക് ഒരു 2-3 ടൈംസ് ഒക്കെ സെർവ് ചെയ്ത് നല്ലൊരു റിസൾട്ട് കിട്ടും നമുക്ക്. ഒരു 30 ഗ്രാം പീനട്ട് ബട്ടറിൽ 200 കാലോറി വരുന്നതുകൊണ്ട് നമുക്കൊരു 500 കാലോറി സർപ്ലസ് ആണ് നമുക്ക് അധികമായിട്ട് കഴിക്കണ്ടെങ്കിൽ ഈ ഒരു 3 സെർവിങ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിനുള്ള കാലോറി നമുക്ക് കിട്ടുന്നതാണ്. അപ്പം മിതമായിട്ടുള്ള അളവിലായിരിക്കണം നമുക്ക് ഇതിൻ്റെ സെർവിങ് ചെയ്യേണ്ടത്. അതായത് വലിച്ചു വാരി നമുക്കിത് കഴിക്കാൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ദോഷവും ഇതുണ്ടാവും. അപ്പോൾ കറക്റ്റായിട്ടുള്ള സെർവിങ് സൈസിൽ കഴിക്കുവാണെങ്കിൽ ഒരു നേരം ഒറ്റ സെർവിങ്, അറ്റ് എ ടൈം ഒറ്റ സെർവിങ്, പിന്നെ അതൊരു രണ്ടാമത്തെ മീലിൽ അങ്ങനെ കൊടുക്കുക. അങ്ങനെ ഒരു 2-3 ടൈംസിൽ ഒരു 30 ഗ്രാം വെച്ചിട്ട് നമുക്ക് ഇൻടേക്ക് ചെയ്യുകയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. നല്ല രീതിയിൽ അത് നമുക്ക് ഗുണം ചെയ്യും. ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ഗെയിനിന് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 1 kgക്ക് 250 റുപ്പീസേ വരുന്നുള്ളൂ. അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ കിട്ടുന്ന ഒരു പീനട്ട് ബട്ടർ ആണിത്. അപ്പോൾ ഇത് അൺസ്വീറ്റഡ് ആയിട്ടുള്ള സാധനം മേടിക്കുകയാണെങ്കിൽ കുറച്ച് നമ്മുടെ ഷുഗർ കട്ട് ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ പീനട്ട് ബട്ടർ മേടിക്കുന്ന ഒരാളാണെങ്കിൽ ഹൈഡ്രജനേറ്റർ ഓയിൽ ഇല്ലാത്തയും സ്റ്റെബിലൈസറൊക്കെ ആഡ് ചെയ്യാത്ത, പിന്നെ ഷുഗർ ആഡ് ചെയ്യാത്ത, സാൾട്ട് ആഡ് ചെയ്യാത്ത അങ്ങനെയുള്ള പീനട്ട് ബട്ടർ മേടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പിന്നെ മറ്റേതും കുഴപ്പമൊന്നുമില്ല. ചില ആൾക്കാർക്ക് അതായിരിക്കും ഇഷ്ടം. ചോക്ലേറ്റ് ഫ്ലേവറൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലാത്ത ആൾക്കാർ നോർമൽ അൺസ്വീറ്റഡ് ആയിട്ടുള്ള നാച്ചുറൽ പീനട്ട് ബട്ടർ ട്രൈ ചെയ്തു. പിന്നെ ഇതിൽ 0 കൊളസ്ട്രോൾ ആണ്, 0 ട്രാൻസ് ഫാറ്റ് ആണ്, ഡയറ്ററി ഫൈബർ ഉണ്ട്, പിന്നെ നാച്ചുറലി ഗ്ലൂട്ടൻ ഫ്രീ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് പറയുക.